ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം സ്കന്ധം 11, 1-ാം അധ്യായം. ജീവൻ മുക്തി പ്രകരണത്തിൽ യദുകുല ശാപ നിരൂപണം. ശ്രീശുകൻ പറഞ്ഞു: ചെയ്തു ദൈത്യവധം കൃഷ്ണൻ സരാമൻ യദുയുക്തനായി, അവരെ കലഹിപ്പിച്ചു തീർത്തു ഭൂഭാരവും ക്രമാൽ. ദ്യൂതം വിഷം മുടിവലിക്കൽ അനേക ശത്രുപീഡയ്ക്കു പാണ്ഡവർ തുടർന്നിരയാകമൂലം, ഭൂപാലർ വന്നിരുപുറത്തടരാടി വീഴ്കെ ഭൂഭാരമങ്ങനെ ഒടുക്കിടിനാൻ മുകുന്ദൻ. ഭൂഭാരരാജഭടർ തൻ്റെ ഭുജങ്ങൾ കാത്ത വൃഷ്ണി വ്രജം വഴി നശിക്കിലുമോർത്തു കൃഷ്ണൻ. തീർന്നില്ല ഭാരം, ഇനിയും ഭുവി ബാക്കി നിൽപ്പാണീ യാദവകുലം. ഇതും ബഹുദുസ്സഹം താൻ മച്ഛക്തി കാത്തരുളിടും യദുവംശമന്യന്മാർ തന്നെ എതിർപ്പൊരു തരത്തിലുമേൽക്കയില്ല. സൃഷ്ടിക്കണം കലഹമെന്നതിലും മുളങ്കാടിനഗ്നി നൽകുമുപശാന്തിതമാത്മധാമം. ഈ നിശ്ചയത്തോടെ ഭൂപാ സത്യസങ്കൽപ്പനീശ്വരൻ ഹരേ. ഈ നിശ്ചയത്തോടെ ഭൂപ സത്യസങ്കൽപ്പനീശ്വരൻ നശിപ്പിച്ചു വിപ്രശാപവ്യാജത്താൽ സ്വകുലം വിഭു. ലോകഭംഗിയെ വെല്ലും തൻ രൂപാൽ മാനവദൃഷ്ടിയെ വാക്കാൽ കരളിനെ കാൽപ്പാടിനാൽ കർമ്മത്തമേണ്ടവൻ. ഭാവി പൗരക്ഷേമകരൻ ഭൂവിൽ മൗഢ്യം നശിക്കുവാൻ പുണ്യകീർത്തി പരത്തിച്ചെന്നെത്തി സ്വപദമീശ്വരൻ. രാജാവ് പറഞ്ഞു: വധാന്യ ബ്രഹ്മണ്യർ വിപ്രസേവാനിരതറിയാതവർ കൃഷ്ണഭക്തർ, അവർക്കെന്തീ വിപ്രശാപം ഭവിക്കുവാൻ? എന്തുകൊണ്ടെമ്മട്ടിലുണ്ടായി ശാപം ചൊല്ലൂ ദ്വിജോത്തമ. തികച്ചും ഐകമത്യത്തിൽ വാണോർ ഭിന്നിച്ചതെങ്ങനെ ഹരേ? ശ്രീശുകൻ പറഞ്ഞു: സമ്മോഹനൻ സകല സുന്ദര സന്നിവേശൻ, കർമ്മവ്രതൻ ഭുവി സമംഗളനാപ്തകാമൻ, സ്വസ്ഥാനവർത്തി രമണീയനുദാരകീർത്തി കാക്ഷിച്ചു തൻ്റെ കുലനാശം അപൂർത്തധർമ്മൻ. പാടുന്നവർക്കഖില പാപഹരങ്ങളാം സൽക്കർമ്മങ്ങൾ തൻ പരമപുണ്യസമാപ്തിയോടെ പിണ്ഡാരകാഭിമുഖനായി മുനിമാരെ വിട്ട കാലാത്മകൻ വെടികയായി വസുദേവഗേഹം. ദുർവാസസിതൻ കണ്വൻ അങ്കിരസ് അത്രി നാരദൻ വിശ്വാമിത്രൻ വസിഷ്ഠൻ വാമദേവൻ കശ്യപൻ ഭൃഗു കളിവിട്ടവരെ ചെന്നു വന്ദിച്ചു യദുനന്ദനൻ. ചോദിച്ചാരകുമാരന്മാർ വിനീതർ പോൽ ഹരേ. പെൺവേഷത്തിൽ സാംബവതീ പുത്രനാം സാമ്പനജ്ജവാൽ മുന്നിൽ നിർത്തിയിട്ടാണ് ചോദ്യം. നാണിച്ചീ ശ്യാമളേക്ഷണ ഞങ്ങളെ കൊണ്ടു ചോദിപ്പിക്കുകയാണ് ഋഷിമുഖ്യരെ. പെറ്റാലി ഗർഭിണിക്കുണ്ടാമാണോ പെണ്ണോ വിശിഷ്ടരെ? നൃപ വഞ്ചനയാൽ കുപ്തരോധീ മുനികൾ ഈ വിധം ഇരുമ്പുലയ്ക്കപെറും പോയി കുലങ്കുത്തുക മൂഢരെ. അതു കേട്ടു ഭയപ്പെട്ടു സാമ്പൻ വേഷമഴിക്കവേ. ഇരുമ്പുലയ്ക്ക തോഴന്മാർ കണ്ടുവെന്നതാ സംശയം. നിർഭാഗ്യർ നാം ചെയ്തതെന്താണെന്നോതും ലോകർ നമ്മളെ. ഇരുമ്പുലയ്ക്കയും പേരിഗ്രഹം പൂകി ഭയാകുലർ. മുസലം മ്ലാനവദനർ അർപ്പിച്ചു രാജവേദിയിൽ. സർവയാദവരും കേൾക്കെ ഭൂപനോടോതി സംഭവം. പിഴയ്ക്കാ വിപ്രശാപം നാം കണ്ടതാണീ ഉലയ്ക്കയും. അമ്പരന്നു ഭയപ്പെട്ടു ദ്വാരകാപൗരരേവരും. പൊടിച്ചുലയ്ക്ക കടലിലൊഴുക്കിയതു വല്ലഭൻ ഉഗ്രസേനൻ. ഇരുമ്പിൻ്റെ പൊടിയാത്തൊരു കഷ്ണവും ലോഹക്കഷ്ണം മീൻ വിഴുങ്ങി. പൊടിയോ തിരമാലയാൽ കരപറ്റിയിട്ട് ഏരകപ്പുല്ലുകളുണ്ടായി നീളയും. കൂട്ടത്തിലാ മീനിനെയും വലവീശിപ്പിടിച്ചവൻ വയറ്റിൽ കണ്ട ലോഹം തന്നമ്പിൽ മൂർച്ചയ്ക്കുടക്കിനാൻ. ഭഗവാൻ സർവജ്ഞൻ, എന്തും ചെയ്യുവാൻ ശക്തനെങ്കിലും ശാപം നീക്കാൻ ശ്രമിച്ചില്ല.
മോദിച്ചു കാലരൂപിയായി. ഹരേ നമ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ.